വിദ്യാർത്ഥികൾ അപമാനിക്കപ്പെടുന്നുണ്ട്, അധ്യാപകരാൽ നിരന്തരം അപമാനിക്കപ്പെടുന്നുണ്ട്. ഇതൊരു വാസ്തവമാണ്. അധ്യാപകർ മാത്രമല്ല, ഈ രക്ഷാകർതൃ രൂപം പേറുന്ന പലരും നിരന്തരം വിദ്യാർത്ഥികളെ പൊതുവേദിയിലും അല്ലാതെയുമൊക്കെ അപമാനിക്കുന്നത് നമ്മൾ പല ആവർത്തി കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ആശാനായിരുന്നു പഴയ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് VJT ഹാളിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഒരു പയ്യൻ്റെ ഫോൺ റിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാളെ പുലഭ്യം ചീത്ത വിളിക്കുന്നത്. അതായത് ഈ രീതിയിൽ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുന്ന ശീലമുള്ള പൊതുപ്രവർത്തകരും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഉണ്ട്. മതനേതാക്കന്മാരുണ്ട്, പല ആളുകളും. ഈ മതനേതാക്കന്മാർ പരസ്യമായിട്ട് അവഹേളിച്ച് വിശ്വാസികളെ കൈകാര്യം ചെയ്യുന്നത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല, അതേക്കുറിച്ചൊരു ചർച്ചയുമില്ല, ഒരു സംഗതിയുമില്ല. KT ജലീലിനെ ഇപ്പോൾ കയറി പിടിച്ചിരിക്കുകയാണ്. വൻ ശരിക്ക് വളരെ രസകരമായാണ് KT ജലീൽ ആ സംഭാഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾക്ക് ഒരു തമാശ കാണിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. പിള്ളേർക്ക് ആ സമയത്ത് അതൊരു തമാശയും ചെറിയൊരു ചമ്മലും ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്ന് വെച്ചാൽ അങ്ങനെ വല്ലാതെ അവരെ അങ്ങ് കടന്നാക്രമിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നാൻ കാരണം 4 വിദ്യാർത്ഥികൾ അതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. അവർക്കൊരു ചാഞ്ചല്യവുമില്ലാതെ ഒരു പെൺകുട്ടി സംസാരിക്കുന്നതാണ് ഞാൻ ആദ്യം കേട്ടത്. അതിനകത്ത് ഇതൊരു സാധാരണ കാര്യമില്ല, ഇത് നിങ്ങളെന്തിനാണ് ഇത്രയും വലിയ കുഴപ്പമാക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു സംശയം. യഥാർത്ഥത്തിലുള്ള ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം യഥാർത്ഥത്തിലുള്ള അപമാനിക്കൽ എന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ഗുരുതരമായ കുഴപ്പങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെയോ അല്ലെങ്കിൽ അതും ഇതുമായി സമീകരിച്ചു പോവുക എന്നുള്ളത് ശരിയായ സംഗതിയല്ല. ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള തോന്നലുണ്ടാക്കുക. ഇപ്പോൾ MSF ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. MSF പ്രതികരിക്കേണ്ട എത്ര വിഷയങ്ങളുണ്ടായിട്ടുണ്ട് ഈ സംസ്ഥാനത്ത്. അധ്യാപകർ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചതടക്കമുള്ള എത്ര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല. അല്ല ഇതുപോലെ EMCയുടെ കാര്യത്തിൽ കണ്ടോ MSF? ഇല്ല, അതാ പറഞ്ഞത്. അതിനടക്കം ഒരു പ്രതികരിക്കേണ്ട നിർണായകമായ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാതെ ഒരാവശ്യമില്ല. ഇത് ശരിക്ക് ഒറ്റ ചാനൽ, നമ്മളുടെ സുഹൃത്തുക്കളെല്ലാം ജോലി ചെയ്യുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സ്ഥാപനം തന്നെയാണ്, സുഹൃത്തുക്കളാണ് എല്ലാവരും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ജലീലെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ ആകെ ആലിളകും. അതിൻ്റെ ബാക്കിയാണ് സംഭവിച്ചത്. കാരണം അപമാനിച്ചു, ഞാനും ആദ്യം ആ വാർത്ത തന്നെയാണ് എടുത്തത്. ജലീൽ അപമാനിച്ചു, വിദ്യാർത്ഥികളെ അപമാനിച്ചു എന്ന് കാണുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി വിചാരിച്ചു ശരിക്കും ജലീൽ അങ്ങനെ പൊതുവേദിയിൽ എന്തോ തോന്നിയാസം പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഇരുന്ന് കണ്ടത്. അതിനുശേഷം ഞാൻ രസകരമായ ഒരു ഒരു സംഗതി, അതേ ചാനലിൽ റിപ്പോർട്ടർ പോയിട്ട് ഈ വിദ്യാർത്ഥികളോട് ചോദിക്കുകയാണ്, നിങ്ങളെ ജലീൽ അപമാനിച്ചു എന്ന് വാർത്തയൊക്കെ ചില മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ തന്നെ ആ ചോദ്യം അടക്കം അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. അതായത് നിങ്ങളെ ഇങ്ങനെ അപമാനിച്ചതായി ചില മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ, ഇവരാണ് കൊടുത്തത്. അതിൻ്റെ പിന്നാലെയാണ് ബാക്കി എല്ലാവരും കൂടിയത്. നമ്മൾ അപമാനിച്ചു എന്ന പരാതി എന്നാണ് കൊടുത്തത്. ഇത് അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട്, അതിനകത്തും അവരുടെ മറുപടി എന്താണ്, ഞങ്ങളെ അപമാനിച്ചായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് അവരോടും പറയുന്നുണ്ട്. അപ്പോൾ ബോധപൂർവം ജലീലെന്ന് കാണുമ്പോൾ അത് അവർക്ക് മാത്രമല്ല കേട്ടോ. അപ്പം ജലീലിൻ്റെ കാര്യം സനീഷിന് അറിയാമല്ലോ. ഈ മറ്റേ ഖുർആനകത്ത് സ്വർണം കടത്തി, ഹിന്ദുക്കളുടെ സ്വർണം കടത്തി എന്നൊക്കെയുള്ള പിന്നെ ഈ എന്താണ് വിചിത്രമായ വ്യാജ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ഒരു പത്രം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം, 1 മാസം 1-ാം പേജിൽ വാർത്ത എഴുതി. കുരുക്കിൽ 1 മാസം ജലീലിനെ കുരുക്കി 1-ാം പേജിൽ. അപ്പം അങ്ങനെ വൈരനിര്യാതന ബുദ്ധിയോടെ പെരുമാറുന്നത് ശരിയല്ല മാധ്യമങ്ങൾ. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒരു 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് എൻ്റെ ഈ വിദ്യാർത്ഥി ജീവിതം തന്നെ ആകപ്പാടെ തകിടം മറിയുന്ന തരത്തിലുള്ള, എൻ്റെ വിദ്യാഭ്യാസം തന്നെ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതെന്ന് ഞാൻ പിന്നീട് കാലങ്ങൾക്ക് ശേഷം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, ക്ലാസ്സിലേക്ക് ഞാൻ വരുമ്പോൾ ഒരു അധ്യാപകനുണ്ട്, ഒരു കണക്ക് മാഷുണ്ട്. ആദ്യത്തെ ചോദ്യം എന്നോട് ചോദിക്കും. എന്നും അതെ, ഞാൻ ഏത് മൂല മാറിയിരുന്നാലും ആദ്യത്തെ ചോദ്യം എന്നോട് ചോദിക്കും. എനിക്ക് കണക്കിൽ വലിയ പാടാണ്, എനിക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ എഴുന്നേൽപ്പിച്ച് ചേർത്തി പരിഹസിക്കാൻ തുടങ്ങും. കുറേ ആ പരിഹാസവും അതിനുശേഷം ഈ കയ്യിൽ ഇവിടെ നമ്മളെ സൈക്കിൾ ചവിട്ടിക്കുക എന്ന് പറയും, ഈ കൈ പിടിച്ച് പിച്ചു. ഇതെല്ലാ ദിവസവും ആവർത്തിക്കും. ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12ാമത്തെ വയസ്സിൽ നമ്മളിത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഒരു ക്ലാസ്സിൽ, ആ ക്ലാസ്സിൽ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും ഇയാൾ രാവിലെ വരും, എന്നോട് ചോദ്യം ചോദിക്കും, എന്നെ അങ്ങ് കൈകാര്യം ചെയ്യും, എന്നെ അവഹേളിക്കും. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു മാസങ്ങളോളം നീണ്ടു നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ തകർന്നു ശരിക്കും. അതിനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ഒന്നിനെ എങ്ങനെയാണ് ഈ ജലീലിൻ്റെ ഇപ്പോഴത്തെ ഈ ശിക്ഷണവുമായി ചേർത്ത് വെച്ച്
എനിക്ക് സമീകരിക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല. ഞാൻ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രാജേഷ്, എൻ്റെ കൂട്ടുകാരൻ, വേറൊരു സുഹൃത്ത് ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തു. നവോദയ സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് വിട്ടു വന്നയാളാണ്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, ഇയാൾ അവനെ നോട്ടം ഇട്ട് തുടങ്ങി. ഞാൻ രക്ഷപ്പെട്ടു ഇതിൽ നിന്ന്. പക്ഷെ അവനെ ഇങ്ങനെ ഇട്ട് തകർക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. നമുക്കത് അന്ന് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള യഥാർത്ഥമായ വസ്തുതകൾ എങ്ങനെ ഇത്തരം യഥാർത്ഥ അനുഭവം ഉള്ള ആളുകളുടെ മുന്നിൽ ഇങ്ങനെ ഈ തോന്നിയാസം വാർത്ത കൊടുത്താൽ അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. മനസ്സിലായില്ലേ? ഇത് ഈ പറഞ്ഞതുപോലെ അപമാനമാണ്, അപമാനിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാനുള്ളൊരു ശ്രമം ശരിയല്ല.